കേരളത്തിന് ഇത് വിളവെടുപ്പ് കാലമാണ്. വിളവെടുപ്പ് കാലം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കാർഷിക വിളവെടുപ്പ് എന്നതല്ല, മറിച്ച് കേരളം അതിൻ്റെ സാമൂഹ്യ മൂലധനമായി, സാംസ്കാരിക മൂലധനമായി കേരള സമൂഹം ഇൻവെസ്റ്റ് ചെയ്ത, നിക്ഷേപിച്ച സമര പോരാട്ടങ്ങളുടെ വിളവെടുപ്പ് കാലമാണ് എന്ന തലത്തിലാണ് ഞാൻ ആമുഖമായി ആ പ്രയോഗം നടത്തിയത്. എല്ലാവർക്കും ഭൂമി, പാർപ്പിടം, ഇത്തരം ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, വിദ്യാഭ്യാസം, ഇത്തരം ആവശ്യങ്ങളെ മുൻനിർത്തി നാം ചരിത്രപരമായി നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളുടെ ഗുണഫലത്തിനെ നാം വിളിക്കുന്ന പേരാണ് കേരള മോഡൽ വികസനം എന്നുള്ളത്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ജീവിക്കുന്ന അതിസാധാരണക്കാരായ മനുഷ്യരുൾപ്പെടുന്ന മൊത്തം ജനതയുടെ വികസനം എന്നതാണ് നമ്മുടെ മാനവ വികസന സങ്കല്പം എന്നുള്ളത്. ആ സങ്കല്പം ആ വികസന മാതൃക കേരള സമൂഹത്തെ ഏത് തരത്തിലെത്തിച്ചു എന്ന് നമുക്കറിയാം. അപ്പോഴും ചില അപര്യാപ്തതകൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനം എന്താണ്? നമ്മൾ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃകയെ വികസിപ്പിക്കാൻ ആവശ്യമായ ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളത് എല്ലാ കാലത്തും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാമ്പത്തിക വശത്തെ മുൻനിർത്തിയാണ് കേരള മാതൃക പലപ്പോഴും പരിഹസിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ വ്യവസായവൽകൃതമല്ലാത്തൊരു സമൂഹം, വലിയ രീതിയിലുള്ള മൂലധന നിക്ഷേപമില്ലാത്തൊരു സമൂഹം. അപ്പൊ ഇത്തരം ഒരു സമൂഹം ഈ രീതിയിലുള്ള ഒരു മാതൃക വികസിക്കുന്ന സമയത്ത് അതിനെ ബേസ് ഇല്ല, അടിത്തറയില്ല എന്ന വിമർശനത്തെയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം വെച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് വ്യാവസായിക മേഖലയിലായിക്കോട്ടെ, സേവന മേഖലയിലായിക്കോട്ടെ, വലിയ രീതിയിലുള്ള വളർച്ച കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് വികസനം സംബന്ധിച്ച സാമ്പ്രദായിക കാഴ്ചപ്പാടുകൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിലുള്ള സാമ്പ്രദായിക കാഴ്ചപ്പാടുകളെ നമ്മൾ അതിനെ മറികടന്നുകൊണ്ട് സാമൂഹ്യ നീതിക്കൊപ്പം സാമ്പത്തിക വളർച്ച എന്ന വളരെ സോളിഡ് ആയിട്ടുള്ള വസ്തുനിഷ്ഠമായ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വികസന കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരികയും അടിസ്ഥാന സൗകര്യത്തിനും അതേപോലെ തന്നെ വ്യാവസായിക വളർച്ചയ്ക്കും വേണ്ടി ഈ കാലയളവിൽ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. അതിന് വലിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ റവന്യൂ ജനറേഷൻ നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ നൽകി. പരിഷ്കരിക്കപ്പെടാത്ത പല നികുതി ഘടനകളും നമ്മൾ എന്ത് ചെയ്തു, പരിഷ്കരിച്ചു. ആ പരിഷ്കരണത്തിന്റെ ഫലമായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള മോഡലിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം നമുക്ക് കൈവന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഈ ബഡ്ജറ്റ് 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ആ ഒരു കേരള മോഡൽ വികസനത്തിന്റെ ഒരു തുടർച്ചയ്ക്ക് വളരെ വലിയ ദിശാബോധം നൽകുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ. ആ ബഡ്ജറ്റിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് വിദ്യാഭ്യാസത്തെ, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസത്തെ സാർവത്രികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുവദിച്ച സൗജന്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സൗജന്യങ്ങൾ, ആ സൗജന്യങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടി വികസിപ്പിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സ്വയം തെരഞ്ഞെടുപ്പ് അല്ലാതെ വിദ്യാഭ്യാസം ഒരു ഘട്ടത്തിൽ വെച്ച് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമീപനം അത് സ്വാഭാവികമായിട്ടും പാർശ്വവൽക്കൃതമായിട്ടുള്ള സമൂഹത്തിൽ നിന്നായിരിക്കും. അപ്പം ഈ ഒരു സമീപനം അവരെ കൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള വികസനത്തെ മറ്റൊരു തലത്തിലേക്ക്, ഈ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുപോലെ മറ്റു പല നിർദ്ദേശങ്ങളും, പല അടിസ്ഥാന വികസനമായിട്ട് ബന്ധപ്പെട്ടുള്ള പല തുരങ്കപാതകളും
അതൊക്കെ തന്നെ എന്താണ് ഒരു പുതിയ ഒരു വികസന കാഴ്ചപ്പാടിലേക്ക് സംസ്ഥാനം വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുപോലെ തന്നെ പ്രധാനമാണ് ലൈഫ് മിഷൻ. ഏകദേശം ലൈഫ് മിഷൻ നമ്മളെ ലക്ഷ്യം ഇട്ട പോലെ 5,20,000 വീടുകൾ പൂർത്തിയാക്കി എന്ന കാര്യം ഈ ബഡ്ജറ്റിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൈഫ് മിഷനിലൂടെ കൂടുതൽ പണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും പാർപ്പിടമില്ലാത്ത മലയാളികൾക്ക് പാർപ്പിടം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുക, അല്ലെങ്കിൽ ഇടതുപക്ഷം അതിൻ്റെ ചരിത്ര കാലഘട്ടത്തിൽ ആദ്യം മുതലേ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പാർപ്പിടം എന്നുള്ള ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ സമൂഹം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും തെളിവായിട്ട് പറയാൻ പറ്റുന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ വിജയവും ലൈഫ് മിഷൻ വേണ്ടി കൂടുതൽ അലോക്കേറ്റ് ചെയ്ത പണവും. പിന്നെ നമുക്ക് കാണാൻ കഴിയും, ഇതെല്ലാം നമുക്ക് കാണാൻ പ്രതിഫലിക്കുന്ന മറ്റൊരു മേഖല അന്താരാഷ്ട്ര നിക്ഷേപക സംഗമങ്ങൾ അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കേരളത്തിന് കിട്ടുന്ന സ്വീകാര്യതയാണ്. ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ അതെല്ലാം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട്, ചില അഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മാറുന്ന ഒരു കാലം. നമ്മൾ ഒരു നോളജ് എക്കണോമി ആയിട്ട് വളരുമ്പോഴും നമ്മൾ ലോങ് ടേമിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന യുവാക്കൾക്കെല്ലാം കേരളത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ അത് പല തലത്തിലാണ് മാറേണ്ടത്. ഇവർക്ക് തൊഴിൽ സാധ്യതകൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് കേരളത്തിൽ ജീവിക്കാൻ അവർക്ക് വികസിത രാജ്യങ്ങളെ പോലെ ഉയർന്ന അടിസ്ഥാന സൗകര്യങ്ങളും പ്രദാനം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു താരയിൽ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉന്നതമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മറു സൈഡിൽ നമ്മൾ തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ ഉയർന്ന മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണാൻ. ഈ അർത്ഥത്തിൽ വസ്തുനിഷ്ഠമായ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ രാഷ്ട്രീയ വികസന ദിശകളെ വിലയിരുത്തി കഴിഞ്ഞാൽ കേരളം അതിൻ്റെ യഥാർത്ഥത്തിൽ അത് അതിവേഗം സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും മുന്നേറുകയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയപരമായിട്ട് ഈ ബഡ്ജറ്റ് പോലെ ഒരു മാനിഫെസ്റ്റോയുടെ സ്വഭാവത്തിലുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ കാണാം. ഇനി ഒരു ഇടതുപക്ഷ ഭരണ കാലയളവിലേക്കുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ അല്ലെ രാഷ്ട്രീയ ദിശ, വികസന ദിശ മുന്നോട്ട് വെക്കുന്ന ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനൊപ്പം നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇടതുപക്ഷം എന്നുള്ളത് ഒരേ സമയം തന്നെ സാമാന്യ ജീവിതത്തിൻ്റെ സാമൂഹിക സുരക്ഷയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമഗ്ര വികസന കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യബോധമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.